ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ഭ്രമയുഗത്തിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ് മലയാളം സിനിമാ തിയേറ്ററുകളിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള സിനിമാ തിയേറ്ററുകളിൽ. ഇന്നത്തെ കളക്ഷൻ, ഇതുവരെയുള്ള കളക്ഷനിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് മൂന്നാം ദിവസം ഈ സിനിമ ശനിയാഴ്ച ഒരു സൂപ്പർ സാറ്റർഡേയായി മാറ്റുന്ന ദിവസമാണ്. ഇതുവരെ, അതായത് വൈകുന്നേരം 6 മണി വരെ കിട്ടിയിരിക്കുന്ന കണക്കുകൾ അനുസരിച്ചിട്ട് 566ഓളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 55% മുകളിൽ ഒക്യുപ്പൻസി വരുന്നു. 19ഓളം ഹൗസ്ഫുൾ ഷോസ് ട്രാക്കേഴ്സ് പറയുന്നു. 1,41,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇന്നലത്തേനേക്കാളും ഏകദേശം 42% ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇനി സമയം കിടക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് രാത്രിയിൽ വരാം, ഈ പറഞ്ഞ പോലെ ഫുൾ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുമായിട്ട്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കിവിടെ പറയാനുണ്ട്. ആദ്യ ദിനം 2,19,00,000 രൂപയായിരുന്നെങ്കിൽ രണ്ടാം ദിവസം 1,78,00,000 രൂപയായിരുന്നു സിനിമയ്ക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരുന്നത്. മൂന്നാം ദിവസം അത് ഇതേ സമയം വന്നിരിക്കുന്നത് 1,42,00,000 അതായത് പ്രൊജക്റ്റ് ചെയ്യുന്നത് 2,25,00,000 അല്ലെങ്കിൽ 20,00,000 രൂപയ്ക്ക് അടുത്തേക്കെന്നുള്ളതാണ്. ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ അന്യദേശങ്ങളിലേക്കും നമുക്കൊന്ന് ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നോർത്ത് അമേരിക്കയിലെ കളക്ഷനിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അതായത് ഭ്രമയുഗത്തിൻ്റെ രണ്ടാം ദിവസത്തെ കളക്ഷനാണ് നമ്മൾ പറയുന്നത്. ഇത് മൂന്നാം ദിവസത്തെയാണ് കേരളത്തിലെ പറഞ്ഞതെങ്കിൽ രണ്ടാം ദിവസം USA, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് റിപ്പോർട്ടുകൾ പറയുകയാണെങ്കിൽ ആദ്യ ദിനം നോർത്ത് അമേരിക്കയിൽ നിന്ന് $27,134 ലഭിച്ചിരുന്നത്. എന്നാൽ രണ്ടാം ദിവസം ലഭിച്ചിരിക്കുന്നത് $35,468. അതിൽ ഇനിയും ഇൻക്രീസ് ഉണ്ട് എന്നുള്ളതാണ്, ഫൈനൽ കൗണ്ട് അല്ല എന്നുള്ളതാണ്. ഓസ്ട്രേലിയയിൽ ആദ്യ ദിനം സിനിമ നേടിയത് $13,085 ആയിരുന്നെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളറാണ്. അതായത് അമേരിക്കൻ ഡോളറും ഓസ്ട്രേലിയൻ ഡോളറും തമ്മിൽ പൈസയ്ക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനിയും ഡേ 2ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 23,045, അതായത് ഏകദേശം $10,000 കൂടുതലാണ് വന്നിരിക്കുന്നത്. നോർത്ത് അമേരിക്കയിലാണെങ്കിൽ 8,000 മുകളിൽ $9,000 ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ന്യൂസിലാൻഡിലേക്ക് ചെല്ലുകയാണെങ്കിൽ $4,466 ന്യൂസിലാൻഡ് ഡോളേഴ്സാണ് വന്നിരിക്കുന്നത്. രണ്ടാം ദിവസമായപ്പോഴത്തേക്ക് $9,304. അതായത് ഡേ 1നേക്കാളും കൂടുതലാണ് വിദേശ രാജ്യങ്ങൾ, ഈ 3 രാജ്യങ്ങളിലും സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. UK കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് 66,000 പൗണ്ടാണ് സിനിമയ്ക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അതായത് ഏകദേശം 68 ലക്ഷത്തിന് മുകളിൽ, അതായത് 3 ദിവസം കൊണ്ട് സിനിമ 1 കോടിക്ക് മുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ സിനിമയ്ക്ക് ആ രീതിയിൽ തന്നെയാണ് കളക്ഷൻ വരുന്നത് എന്നുള്ളതാണ്. അപ്പം ചിലരുടെ കമൻസുകൾ കാണുന്നുണ്ട്, നമ്മൾ ഈ പറയുന്നതിനകത്തിൽ കുറേ തള്ളാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിത് പറയുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ നിന്നിട്ടും എനിക്ക് ഇതിൻ്റെ കണക്ക് കൂട്ടിയെടുക്കാനുള്ള സമയവും ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടുകൾ തന്നെയാണ്, ഏതെങ്കിലും തോന്നുന്ന എമൗണ്ടുകളല്ല എന്നുള്ളതാണ്. ആദ്യം കേരള കളക്ഷൻ പറയുന്നത് പക്ക നമ്മൾ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് തന്നെയാണ്. ട്രാക്ഡ് കളക്ഷൻസ് വരുന്നതിൻ്റെ മുകളിലായിരിക്കും. അതായത് ഒരു ദിവസം, ആദ്യത്തെ ദിവസം 2,19,00,000 രൂപ കിട്ടിയപ്പോൾ 3,05,00,000 രൂപയായിരുന്നു സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ 1,77,00,000 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം എത്രയാണ് വരുന്നതെന്ന്. ഇന്ന് ഈ പറഞ്ഞ പോലെ 2,20,00,000 ഇന്നും 3 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇവിടെ ലിമിറ്റഡ് തിയേറ്ററുകളാണ്. ഇവിടെ ഗംഭീരമായിട്ടുള്ള സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. മികച്ച സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സിനിമയും കൂടെ വരുമ്പോൾ ഉള്ള ഒരു കാര്യമാണ്. ഒരു സിനിമയും ഇല്ലാത്ത അവസ്ഥയല്ല. പലപ്പോഴും വലിയ വലിയ സിനിമകൾ വിജയിക്കുമ്പോൾ നമുക്ക് കാണാം തൊട്ടടുത്ത് വേറെ ഒറ്റ സിനിമകളും വിജയിക്കാത്തതാണ്. ഇവിടെ ഒരേ സമയത്ത് 3ഓളം സിനിമകൾ വമ്പൻ ഹിറ്റടിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നലെയും ഇന്നുമായി 210ഓളം എക്സ്ട്രാ ലേറ്റ് നൈറ്റ് ഷോസാണ് സിനിമയ്ക്ക് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നും 110 മുകളിലുള്ള ഷോസ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് ഫുള്ള് ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത ഒരവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് മികച്ച രീതിയിലുള്ള ഒരു ഈ സിനിമയ്ക്ക് ഉള്ള ഒരു ബുക്കിംഗ് തന്നെയാണ്. എങ്ങും ഓറഞ്ച് മയം എന്ന് തന്നെ പറയാം. ബാംഗ്ലൂർ എടുത്താലും കൊച്ചി എടുത്താലും ഒക്കെ നമുക്ക് കാണാൻ